BSc കെമിസ്ട്രി ഓണേഴ്സിലെ മേജർ കോഴ്സായിട്ടുള്ള ഇനോർഗാനിക് കെമിസ്ട്രി അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ പാർട്ട് 2 ആണ് ഈ വീഡിയോ. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു അനലിറ്റിക്കൽ കെമിസ്ട്രി. അപ്പോൾ എന്താണ് അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്? ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സാമ്പിൾ തന്നു, അപ്പോൾ ആ സാമ്പിൾ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ കോൺസ്റ്റുവൻസ്, അപ്പോൾ അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സാമ്പിൾ അതിലുള്ള കോൺസ്റ്റുവൻസ് അല്ലെങ്കിൽ ആ സാമ്പിളുടെ കോമ്പോസിഷൻ എത്രയാണ് അത് കണ്ടുപിടിക്കാൻ, ആ കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ആ സാമ്പിൾ എന്താണെന്ന് നമുക്കറിയില്ല, അത് എന്താണ്, ആ ഒരു സാമ്പിൾ എന്താണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ, അതുപോലെ അതിലുള്ള കോൺസ്റ്റുവൻസിനെയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക. 2-3 സാമ്പിളൊക്കെ മിക്സ് ചെയ്തിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു സാമ്പിളിൻ്റെ മാറ്ററിന് സെപ്പറേഷൻ, അതുപോലെ ഐഡൻറ്റിഫിക്കേഷൻ, അതെന്താണെന്നുള്ള ഐഡൻറ്റിഫിക്കേഷൻ, അതുപോലെ അതിൻ്റെ കോമ്പോസിഷൻ എത്രയാണ്, ഓരോ പാർട്ടിക്കിൾസിൻ്റെയും കോമ്പോസിഷൻ എത്രയാണ്, അപ്പം ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കില്ലേ. ഇതിൻ്റെ ഈ ഒരു തിയറിയും പ്രാക്ടീസ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ച്, കെമിസ്ട്രിയുടെ ആ ഒരു ബ്രാഞ്ചാണ് അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അനലിറ്റിക്കൽ കെമിസ്ട്രി ഈസ് കൺസേൺ വിത്ത് ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് മെത്തേഡ്സ് ഫോർ ദ സെപ്പറേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ദ കോമ്പോസിഷൻ ഓഫ് സാമ്പിൾ ഓഫ് മാറ്റർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ഒരു മാറ്റർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനേഷൻ, അതെന്തൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അനലിറ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, രണ്ടാം പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അപ്പോൾ എന്താണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് നോക്കാം. അപ്പോൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ ഡിറ്റക്ഷൻ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ആക്ച്വൽ സബ്സ്റ്റൻസസ് ഓർ കോൺസ്റ്റുവൻസ് പ്രസൻറ്റ് ഇൻ എ മെറ്റീരിയൽ വിത്തൗട്ട് റിഗാർഡ് ടു ദ എമൗണ്ട് ഓഫ് ഈച്ച് പ്രസൻറ്റ്. അതായത് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സാമ്പിൾ തന്നു, ആ സാമ്പിൾ നമുക്ക് പല ടെസ്റ്റൊക്കെ നടത്തിയിട്ട് ആ സാമ്പിൾ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ കുറേ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് എന്താണ് ആ സാമ്പിൾ, അത് എന്താണ് ആ സാമ്പിൾ, അല്ലെങ്കിൽ അതിൽ ഉള്ള കോൺസ്റ്റുവൻസ്, ഒരു സാമ്പിൾ തന്നിട്ട് അത് ടോട്ടലി അല്ലാതെ അതിലുള്ള കോൺസ്റ്റുവൻസ് ഉണ്ടല്ലോ, ആ കോൺസ്റ്റുവൻസ് എന്തൊക്കെയാണ്, ജസ്റ്റ് നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ആ സാമ്പിൾ എന്താണെന്ന് മാത്രം കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഏതെങ്കിലും ഒരു സാമ്പിളിൻ്റെ അതെന്താണ് അതിൻ്റെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുക, ആ സാമ്പിൾ എന്താണ്, അല്ലെങ്കിൽ അതിലുള്ള കോൺസ്റ്റുവൻസ് അതെന്താണ്, അതിനൊരു ഐഡൻറ്റിഫിക്കേഷനാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ള സാമ്പിൾ, അതിൻ്റെ എമൗണ്ട് പ്രശ്നമല്ല. കാരണം നമുക്കിപ്പോൾ കുറച്ച് എമൗണ്ട് സാമ്പിൾ തന്നാലും അല്ലെങ്കിൽ കുറേ എമൗണ്ട് കൂടിയാലും, അല്ലാതെ അത് എമൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മാസം, അതിൻ്റെ അളവില്ലേ, അത് എത്ര കൂടിയാലും കുറഞ്ഞാലും എമൗണ്ട് എത്രയായാലും ഒരു പ്രശ്നമില്ല. നമുക്ക് എത്ര കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമില്ല. അതെന്താണ്, ജസ്റ്റ് ആ സാമ്പിൾ എന്താണെന്ന് മാത്രം അവിടെ കണ്ടുപിടിച്ചാൽ മതി. എത്ര അളവിൽ ഓരോ കോൺസ്റ്റുവൻസ് ഉണ്ട്, അതിൻ്റെ ഓരോ കോൺസ്റ്റുവൻസ് എത്ര അളവിലാണ് ഉള്ളത്, അതൊന്നും ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ സാമ്പിൾ എന്താണ്, ആ സാമ്പിൾ അതിലുള്ള കോൺസ്റ്റുവൻസ് അത് മാത്രം കണ്ടുപിടിക്കുക, ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ, ഡിറ്റക്ഷൻ, അതൊക്കെയാണ് ഈ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ +2 ചെയ്തിട്ടുണ്ടാവില്ലേ സാൾട്ട് അനാലിസിസ്, അത് ഈ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇനോർഗാനിക് സാൾട്ട്, അതിൻ്റെ അനാലിസിസ് ഓഫ് ഇനോർഗാനിക് സാൾട്ട് അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് സാൾട്ട്, ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് എക്സാമ്പിളാണ്. ഏതെങ്കിലും ഒരു സാൾട്ട് തരും, നമ്മളത് കുറേ ടെസ്റ്റ് ചെയ്തിട്ട് അത് ഏത് സാൾട്ടാണെന്ന് കണ്ടുപിടിക്കുക, അപ്പോൾ അതൊരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്. അതുപോലെ ഇപ്പോൾ ഏതെങ്കിലും കുറച്ച് വേരിയസ് ടെസ്റ്റ് നടത്തിയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈയിങ് ദ നാച്ചർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് പ്രസൻറ്റ് ഇൻ ദ സാമ്പിൾ ഇസ് എൻ എക്സാമ്പിൾ ഫോർ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാമ്പിളിൽ ആനയോണിൻ്റെയും കാറ്റയോണിൻ്റെയും നേച്ചർ കണ്ടുപിടിക്കില്ലേ, അതും ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ അനാലിസിസ് ഓഫ് എൻ ഓർഗാനിക് കോമ്പൗണ്ട്, മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട്സ്, അങ്ങനെ പലതരത്തിലുള്ള ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസാണ്. അപ്പോൾ ഞാൻ ടെക്സ്റ്റിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ വേണ്ട നോട്ട്സ് എഴുതിയെടുക്കുക, അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇനി അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സാമ്പിൾ തന്നിട്ട് അതിലുള്ള കോൺസ്റ്റുവൻസ്, അതിലുള്ള ഘടകങ്ങൾ, പാർട്ടിക്കിൾസ്, എലമെൻറ്റ്സ്, അത് എത്രത്തോളം അളവിൽ അതിൽ അടങ്ങിയിരിക്കുന്നു, അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് കോമ്പോസിഷൻ, അത് കണ്ടുപിടിക്കാൻ പറയുക. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. നേരത്തെ ക്വാളിറ്റേറ്റീവ് എന്തായിരുന്നു, ആ സാമ്പിൾ എന്താണ്, ആ സാൾട്ട് എന്താണ്, അത് എന്താണെന്ന് മാത്രം ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി, അത് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ ഏതെങ്കിലും ഒരു
സാമ്പിൾ തന്നു കഴിഞ്ഞാൽ അതിലടങ്ങിയിട്ടുള്ള ഓരോ എലമെൻറ്റ്സും അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾസ് കോൺസ്റ്റുവൻസ് അത് എത്രത്തോളം പെർസെൻറ്റേജ് ഓഫ് അതിൽ എത്രത്തോളം അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അളവാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഇസ് എ determination of the actual amount of each constituent present in the given sample of the material. അപ്പോൾ നമ്മൾ പ്ലസ് ടുവിൽ ചെയ്തിട്ടുണ്ട്. ട്രൈട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവമാണ് ഇത്. ഇപ്പോൾ നമ്മളിപ്പോൾ HCl എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിലും determination of the actual amount of HCl present in the given volume of its solution by determining the equivalent amount of Na2CO3 required to react with it by titrating it with a standard Na2CO3 solution. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. നമ്മൾ HClൻ്റെ അളവ് കണ്ടുപിടിക്കുന്നു, നമുക്ക് സ്റ്റാൻഡേർഡ് സൊല്യൂഷനായിട്ട് Na2CO3 തരുന്നുണ്ട്. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. നമ്മൾ പ്ലസ് ടു ചെയ്തിട്ടില്ലേ ടൈട്രേഷൻ, അത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൻ്റെ ഒരു. ചുരുക്കി പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് ആ ഒരു അനലിറ്റിക്സിൻ്റെ കെമിക്കൽ ഐഡൻറ്റിറ്റി അതെന്താണെന്ന് പറയുന്നതാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ക്വാണ്ടിറ്റിയിലുണ്ട് അതിൻ്റെ ഒരു ന്യൂമറിക്കൽ ടേംസിലാണ് അത് പറയുന്നത്. അതുപോലെ ആക്ച്വൽ പ്രൊസീജിയറിൽ ഫൈനൽ മെഷർമെൻറ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടെ വേറെ ഒരു സ്റ്റെപ്സ് വേറെ മെത്തേഡ്സ് കൂടി ഉണ്ട്. ഗ്രാവിമെട്രി, വോളിമെട്രി, അങ്ങനെ ഫിസിയോ കെമിക്കൽ മെത്തേഡ്സ്, അങ്ങനെ കുറച്ചുണ്ട്. അപ്പോൾ അതും വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് അനലിറ്റിക്കൽ ഡാറ്റ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആൻഡ് അപ്ലിക്കേഷൻ. അപ്പോൾ നമ്മളിതും പ്ലസ് ടു പഠിച്ചു തന്നെയാണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്തൊക്കെയാണ്, അതിൽ നമ്മൾ എങ്ങനെയാണത് ഓരോന്നും സോൾവ് ചെയ്തിട്ട് റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച പോലെ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഫോട്ടോ അതൊക്കെ വായിച്ച് ഓരോന്നും എങ്ങനെയാണ് ഓരോ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും അതൊക്കെ കണ്ടുപിടിക്കുന്നത് കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. കുറച്ച് പ്രോബ്ലംസൊക്കെ അതുപോലെ ചെയ്തു നോക്കിയാൽ മതി. ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ, ആക്യുറസി ഓഫ് എ ഡിറ്റർമിനേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ കൺകോർഡൻസ് ബിറ്റ്വീൻ ദ റിസൾട്ട് ആൻഡ് ദ ട്രൂ ഓർ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒറിജിനൽ വാല്യൂ നമുക്കറിയാം, ഇത് എത്രയാണെന്ന് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ നടത്തി അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വാല്യൂസ് കിട്ടും. അപ്പോൾ ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ, അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാല്യൂ, അപ്പോൾ നമുക്ക് എത്രയാണെന്ന് അറിയാം, അതിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു വാല്യൂ ഇല്ലേ, അതാണ് ഈ ആക്യുറേറ്റ് വാല്യൂ അല്ലെങ്കിൽ ആക്യുറസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതിലുണ്ട്. ഇപ്പോൾ ഒറിജിനൽ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 2 നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തി നമുക്ക് കിട്ടി 1.96, 1.85, 1.65. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ രണ്ടിനോട് ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്നത് 1.96 ആണ്. അപ്പോൾ ഇവിടുത്തെ ആക്യുറേറ്റ് വാല്യൂ അതല്ലെങ്കിൽ ഇതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് 1.96 ആയിരിക്കും. ഒറിജിനൽ വാല്യൂയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വാല്യൂ, അതാണ് ആക്യുറസി അല്ലെങ്കിൽ ആക്യുറേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. The precision of a determination is defined as the concordance of a series of measurements of the same quantity. Precision എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഒറിജിനൽ വാല്യൂയുടെ നമ്മൾ അക്യുറേറ്റ് എന്ന് പറയുന്നതാണ് ഒറിജിനൽ വാല്യൂയുടെ ഏറ്റവും അടുത്ത്. നമുക്കിവിടെ നമ്മളിപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്തു, നമുക്ക് കുറച്ച് വാല്യൂസ് കിട്ടി. ഇപ്പോൾ ഒരു 5 വാല്യൂസ് അല്ലെങ്കിൽ 4 വാല്യൂസ് കിട്ടിയ സമയത്ത് ആ 4 വാല്യൂയും ഏകദേശം ഒരുപോലെ ഉണ്ടാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രിസിഷൻ ആണെന്ന് പറയാം. ഒറിജിനലോട് ചിലപ്പോൾ ഏറ്റവും അടുത്ത് നിന്നില്ല എന്നിരിക്കാം, പക്ഷെ അങ്ങനെയല്ല, കിട്ടുന്ന 4 വാല്യൂസും അതിലൊരു കൺകോർഡൻസ് അത് എപ്പോഴും ഒരുപോലെ ആയിരിക്കും. അങ്ങനെ ആവണം, എന്നാലും അതൊരു പ്രിസിഷനായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് നടത്തി, നമുക്കിപ്പോൾ 2 നമ്മൾ 2 സെറ്റായിട്ട് ചെയ്തു. അത് എക്സാമ്പിൾ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ ആദ്യത്തെ ടെസ്റ്റിൽ നമുക്ക് 4-5 വാല്യൂസ് കിട്ടി. 1.96, 1.89, 1.92, 1.95, 1.91. രണ്ടാമത് നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയത് 1.89, 1.69, 1.99, 1.76 ആൻഡ് 1.82. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആദ്യത്തെ സെറ്റ് വാല്യൂ നമ്മുടെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 2 2നോട് ഏറ്റവും അടുത്ത് വരണം. ഇതിൽ ആദ്യത്തെ സെറ്റ് വാല്യൂസിൽ ഈ 5 വാല്യൂസും ഏകദേശം 5 വാല്യൂസ് തമ്മിൽ ഏകദേശം ഒരുപോലെ ഉണ്ട്. അതായത് ട്രൂ വാല്യൂവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരുപോലെയുള്ള കൺകോർഡൻ്റ് ആയിട്ടുള്ള ഒരുപോലെയുള്ള 5 വാല്യൂസ്, അതാണ് സെറ്റ് 1 എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഡിഫറെൻ്റ്, ഒന്ന് 1.8 ആണെങ്കിൽ പിന്നെ അടുത്തത് 1.9, 7, 6 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ പ്രിസൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് ആദ്യത്തെ സെറ്റാണ്. മെത്തേഡ്സ് ഓഫ് എക്സ്പ്രസിങ് ആക്യുറസി എറേഴ്സ്. അപ്പോൾ എന്താണ് എറർ എന്ന് ആദ്യം നോക്കാം. ഇപ്പോൾ എറർ വാല്യൂ കിട്ടി, അപ്പോൾ നമുക്ക്
അറിയാം ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ അതിൽ നിന്നും എന്താണ് ഡിഫറൻസ്, അതിൽ നിന്നും ഒരു ചെറിയ ഡിഫറൻസ്, ഒരു ചെറിയ വ്യത്യാസം നമുക്ക് കിട്ടിയ വാല്യൂയിൽ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, നമുക്ക് കിട്ടിയത് എത്രയാണ് 1.8 ആണ്. അപ്പോൾ അവിടെ തമ്മിലൊരു ഡിഫറൻസ് എത്രയാണ് 0.8, 0.2 ഡിഫറൻസ് അവിടെ ഉണ്ട്. നമുക്കിപ്പോൾ ഒറിജിനൽ വാല്യൂ എന്തൊക്കെ ചെയ്താലും ഒറിജിനൽ വാല്യൂ നമുക്ക് കിട്ടിയ വാല്യൂവിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തുണ്ട്, ഒരു എറർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ എറർ. അതായത് നമുക്ക് ഒറിജിനൽ വാല്യൂ നമുക്ക് നമ്മുടെ കിട്ടിയ തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതവിടെ എറർ ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ എറർ എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിൽ എക്സ്പ്രസ് ചെയ്യാം, അബ്സല്യൂട്ട് എററും റിലേറ്റീവ് എററും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എറർ. എറർ എന്താണെന്ന് മനസ്സിലാക്കി ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് 2 തരത്തിലാണ്, അബ്സല്യൂട്ട് എറേഴ്സും റിലേറ്റീവ് എറേഴ്സും. എന്താണ് അബ്സല്യൂട്ട് എറർ എന്ന് നമുക്ക് നോക്കാം. The absolute error of a measurement is the difference between the observed value and the true or most probable value of നമുക്ക് ജസ്റ്റ് അത് ഇപ്പം നമുക്കൊരു വാല്യത്തെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്കൊരു വാല്യൂ കിട്ടി. അപ്പം ആ വാല്യൂവും ഒറിജിനൽ വാല്യൂവിൽ ആ ട്രൂ വാല്യൂ അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് അബ്സല്യൂട്ട് എറർ. നമുക്ക് കിട്ടിയ വാല്യൂവിൽ നിന്ന് നമ്മുടെ ട്രൂ വാല്യൂ കുറയ്ക്കുമ്പോൾ നമുക്ക് അതാണ് അബ്സല്യൂട്ട് എറർ. E is equal to observed value plus x true value. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് കിട്ടിയ വാല്യൂവിൽ നിന്ന് നമ്മൾ ട്രൂ വാല്യൂ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. OBS താഴെയുള്ളത് എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് വാല്യൂ, XT എന്ന് പറഞ്ഞ ട്രൂ വാല്യൂ. റിലേറ്റീവ് എറർ എന്താണെന്ന് നോക്കാം. ഇസ് ട്രൂ ഓർ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. അതായത് അബ്സല്യൂട്ട് എറർ അല്ലെങ്കിൽ എററും അതിനോട് ട്രൂ വാല്യൂ അത് തമ്മിലുള്ള ഒരു റേഷ്യോ, അതാണ് ശരിക്കും പറഞ്ഞാൽ റിലേറ്റീവ് എറർ. ഇപ്പോൾ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ER is equal to ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ ഇൻറ്റു 100. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ പെർസെൻറ്റേജ് എററായിട്ട് അല്ലെങ്കിൽ പാർട്സ് പെർ 1000 ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു എററാണ്. റിലേറ്റീവ് ഉള്ളൂ, അതായത് ഇത് ഒരു റിലേഷൻഷിപ്പ് അത് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള എററാണ് റിലേറ്റീവ് എറർ. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇക്വേഷൻ മനസ്സിലാക്കി വയ്ക്കാം. ER is equal to XOBS minus XT divided by XT into 100%. ഇതൊരു ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, റേഷ്യോ ഓഫ് ദ എറർ ടു ദ ട്രൂ ഓർ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. ഇനി ഇത് നമുക്ക് ഇത്രയേ ഉള്ളൂ, 2 എറർ, അബ്സല്യൂട്ട് എററും റിലേറ്റീവ് എററും. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ നോക്കാം. Let us suppose the true or most probable value of a fluoride ion concentration in a sample of water as determined by the highly sophisticated techniques is 20.0 parts per million. Suppose a scientist makes a conventional measurement and arrives at a value of 19.9 parts per million for the same. Then absolute error എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം E is equal to X ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് എക്സ് ട്രൂ വാല്യൂ. അപ്പോൾ ഇക്വേഷൻ പ്രകാരം നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ ഇവിടെ എത്രയാണ് 19.9 പാർട്സ് പെർ മില്യൺ. ഇവിടെ കിട്ടേണ്ട അല്ലെങ്കിൽ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 20.0 പാർട്സ് പെർ മില്യൺ. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. E is equal to 19.9 മൈനസ് 20.0 is equal to മൈനസ് 0.1 പാർട്സ് പെർ മില്യൺ. അപ്പോൾ ഇവിടെ മൈനസ് വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ മൈനസ് അല്ലെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയ ഒബ്സർവ്ഡ് വാല്യൂ കൂടുതലാണോ അല്ലെങ്കിൽ കുറവാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. മൈനസ് കണ്ട് നമുക്ക് കുറവാണെന്ന് മനസ്സിലാവുമല്ലോ. കിട്ടുന്നത് ഒറിജിനൽ 20 ആണ്, കിട്ടിയത് 19.9 ആണ്. അപ്പോൾ ഇവിടുത്തെ എറർ എന്ന് പറയുന്നത് മൈനസ് 0.1 പാർട്സ് പെർ മില്യൺ. ഇനി കണ്ടുപിടിക്കാൻ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. ER is equal to X observed value minus X true value divided by X true value ഇൻറ്റു 100%. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒബ്സർവ്ഡ് വാല്യൂ 19.9 മൈനസ് ട്രൂ വാല്യൂ 20.0 ഡിവൈഡഡ് ബൈ 20.0 ഇൻറ്റു 100% ചെയ്യുന്ന സമയത്ത് നമുക്ക് 1% എന്ന് കിട്ടും. റിലേറ്റീവ് എറർ ഇസ് ഈക്വൽ ടു മൈനസ് 1%. അതുപോലെ 1000 ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈനസ് 10 പാർട്സ് പെർ 1000 കിട്ടും. ജസ്റ്റ് 1000 വെച്ച് ഇൻറ്റു ചെയ്താൽ മതി. സെയിം 100 വരും 1000. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് മൈനസ് 10 പാർട്സ് പെർ 1000. യൂണിറ്റ് വ്യത്യാസമുണ്ട്. നേരത്തെ പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പാർട്സ് പെർ 1000 PPT ആണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അബ്സല്യൂട്ട് എററും റിലേറ്റീവ് എററും.
ഒന്നുകൂടെ പറയാം, ഇത് ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല, കോളേജ് എടുക്കുന്ന പോലെയൊന്നും വല്ല ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല. ജസ്റ്റ് ഒരു റിവിഷൻ, അല്ലെങ്കിൽ ജസ്റ്റ് ആ കൺസെപ്റ്റ് ഞാൻ എല്ലാം സിലബസിലുള്ള കൺസെപ്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് എല്ലാം പറഞ്ഞു പോകുന്നു, അത്രയേ ഉള്ളൂ ഞാൻ എടുക്കുന്ന ഓരോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും. അപ്പോൾ ഇനി ഇതിൽ ഈ മൊഡ്യൂളിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ട്, ഞാൻ അടുത്ത പാർട്ടിൽ അതും കൂടെ അപ്ലോഡ് ചെയ്യാം.